സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് CBI അന്വേഷണ സാധ്യത മങ്ങുന്നു എന്നുള്ളതാണ്. കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു തയ്യാറാണ്. സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ലാത്തതാണ് CBI അന്വേഷണത്തിന് തടസ്സം എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. സംസ്ഥാന സർക്കാരോ ഹൈക്കോടതിയോ അന്വേഷണത്തിന് നിർദ്ദേശിച്ചാൽ മാത്രമാണ് CBIക്ക് അന്വേഷണം ഏറ്റെടുക്കാൻ സാധിക്കുക. മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ കൂടി പ്രതിയായ കേസിൽ CBIക്ക് അന്വേഷിക്കാവുന്ന വിഷയങ്ങൾ ഉണ്ട്. രേഷ്മ ബാബുവിലേക്ക് പോവുകയാണ്. രേഷ്മ, CBI അന്വേഷണ സാധ്യതകൾ മങ്ങുന്നു. നമുക്കറിയാം, സർക്കാർ പറയണം അല്ലെങ്കിൽ ഹൈക്കോടതി പറയണം. സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ തീരെ താല്പര്യമില്ലാത്ത മട്ടാണ്. പറയൂ രേഷ്മ. സ്വർണ്ണക്കവർച്ചയിൽ CBIയുടെ അന്വേഷണ സാധ്യതകളാണ് വന്നത്. സംസ്ഥാന പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം നടക്കുന്ന അതേ സമയത്ത് തന്നെ ഗൂഢാലോചനയിലടക്കം CBIയുടെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി എത്തിയിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു അനുകൂല സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. അന്വേഷണം വേണ്ട എന്നുള്ള ഒരു നിലപാടിൽ തന്നെയായിരുന്നു സംസ്ഥാന സർക്കാർ. ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിജ്ഞാപനം അനുസരിച്ച് CBIക്ക് അന്വേഷണം ഏറ്റെടുക്കാൻ കഴിയും. പക്ഷേ സംസ്ഥാന സർക്കാർ അത്തരമൊരു തീരുമാനം സ്വീകരിക്കാത്ത പക്ഷം അതിന്റെ സാധ്യതകളാണ് വന്നത്. കവർച്ച നടത്തിയ 576 ഗ്രാം സ്വർണം ഒന്നാമത് ലക്ഷ്യപൂർത്തിയുമായി നടത്തിയ തെളിവെടുപ്പിൽ പിടിച്ചെടുത്തിരുന്നു. സ്വർണ്ണക്കവർച്ച ഗൂഢാലോചന വെളിച്ചത്ത് കൊണ്ടുവരുന്നത് സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണം അത് കാര്യക്ഷമമല്ല എന്നുള്ളതാണ് നിലവിൽ പൊതുവായിട്ടുള്ള ഒരു വിലയിരുത്തൽ. എന്തായാലും ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് ഏക ആശ്വാസം. CBIയുടെ അന്വേഷണത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കില്ല. അത്തരമൊരു വിജ്ഞാപനം എടുത്താലോ അല്ലെങ്കിൽ അത്തരം പുറത്തിറക്കാനോ സമീപനം സ്വീകരിക്കാനോ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ CBI അന്വേഷണ സാധ്യതകൾ മങ്ങുന്നു. സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് CBI അന്വേഷണത്തിനുള്ള വഴി അടയുന്നത്. സംസ്ഥാന സർക്കാരോ ഹൈക്കോടതിയോ അന്വേഷണത്തിന് നിർദ്ദേശം നൽകണം. എങ്കിൽ മാത്രമാണ് CBIക്ക് അന്വേഷണം നടത്താൻ സാധിക്കുക, അല്ലെങ്കിൽ CBI അന്വേഷണം ഏറ്റെടുക്കുക. എന്തായാലും മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ കൂടി പ്രതിയാണ് ഈ കേസിൽ. അതുകൊണ്ട് തന്നെ CBI വരേണ്ട വിഷയമാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു താല്പര്യമില്ലായ്മ CBIയുടെ വരവിന് വിഘാതം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.